ശ്രീജിത്ത്, CPI ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? അനുകൂല തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളാണോ ഇപ്പോൾ തെളിയുന്നത്? ഭിന്നത പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലാണോ, അല്ലെങ്കിൽ ഭിന്നത പരിഹരിക്കപ്പെടും എന്ന് നമുക്കിപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചു പറയാവുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ ശ്രീജിത്ത്? ദിലീപ്, ഭിന്നത പരിഹരിക്കുമെന്നതിന്റെ സൂചനകളാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നത് ഒഴിവാക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് CPIM നേതൃത്വം നടത്തുന്നത്. MA ബേബിയുടെ നേതൃത്വത്തിലാണ് ഒരു ഇടപെടൽ. കാരണം ദേശീയ നയത്തിൽ നിന്ന്, ദേശീയ തലത്തിൽ തന്നെ CPIM എടുത്തിട്ടുള്ള നയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏകപക്ഷീയമായി ഒപ്പിട്ട കരാറിന്റെ കാര്യത്തിൽ CPI മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധി ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ മരവിപ്പിക്കണമെന്നാണ്. അങ്ങനെ മരവിപ്പിക്കുന്ന വിവരം കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ അറിയിക്കുകയും അങ്ങനെ അറിയിക്കുന്ന കത്ത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യണമെന്നാണ്. കത്ത് പ്രസിദ്ധപ്പെടുത്തിയില്ലെങ്കിലും മുഖ്യമന്ത്രിയോ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോ മാധ്യമങ്ങളോട് ഈ കത്ത് അയച്ച വിവരം അക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കണം എന്നൊരു ഉപാധിയാണ് CPI ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നു. ഈ CPM-നും CPI-നും ഒരു മഞ്ഞുരുക്കത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ LDF യോഗത്തിന് തീയതി തീരുമാനിച്ചു. നവംബർ 2-നാണ് LDF യോഗം വിളിച്ചിരിക്കുന്നത്. LDF യോഗം ഇപ്പോൾ തീരുമാനമായി PMC പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ LDF യോഗത്തിൽ ചർച്ച ചെയ്യും. സബ് കമ്മിറ്റി അടക്കമുള്ള, അതായത് മന്ത്രിസഭാ ഉപസമിതി വേണോ അല്ലെങ്കിൽ LDF-ന്റെ നേതാക്കന്മാരുടെ സബ് കമ്മിറ്റി വേണോ എന്ന കാര്യത്തിലുള്ള ചില തീരുമാനങ്ങളും ഈ LDF യോഗത്തിൽ ഉണ്ടാകും. നവംബർ 2-ന് LDF യോഗം കൂടി വിളിച്ചിരിക്കുമെങ്കിലും ഇപ്പോൾ അനുനയ ശ്രമങ്ങൾ തിരക്കിട്ട് നടക്കുന്നു. CPI-യുടെ നിലപാട് അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീജിത്ത് അറിയിച്ചിരിക്കുന്നത്. LDF യോഗം നവംബർ 2-ാം തീയതി ചേരുന്നതിനുള്ള സുപ്രധാനമായ നിർണായകമായ തീരുമാനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ശ്രീജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചില നീക്കത്തിലായിരുന്നല്ലോ CPIM-ന്റെ നേതൃത്വം. പ്രത്യേകിച്ച് CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ MA ബേബി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് അവിടെയുള്ള പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. സാധാരണഗതിയിൽ 10:30 ചേരാറുള്ള മന്ത്രിസഭാ യോഗം ഇന്ന് 3:30 മാറ്റുന്നു. ഇതൊക്കെ ഈ പ്രതിസന്ധികൾ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് പരിഹരിക്കണം എന്ന നിലയിൽ, ആ നിലയിലുള്ള ചില നീക്കങ്ങൾ CPIM നടത്തിയതിന്റെ ഭാഗം കൂടിയാണോ? ഏതായാലും CPIക്ക് ഇപ്പോൾ CPIM വഴങ്ങുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ശ്രീജിത്ത്. തീർച്ചയായും ദിലീപ് സൂചിപ്പിച്ചു തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും. LDF-ൽ കലഹമാണെന്ന പ്രതീതി ഉണ്ടാകും. അത് വലിയ രാഷ്ട്രീയ പ്രചരണത്തിന് ഇടയാക്കുമെന്ന് CPI നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശക്തമായ ഇടപെടലാണ് നടക്കുന്നത്. ഇവിടെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത്. നേരത്തെ CPIM-ന്റെ ദേശീയ നേതൃത്വം അടക്കം അറിയാതെ ബേബി അടക്കം ഇരുട്ടിൽ നിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോകുന്നെന്ന വിമർശനമുണ്ടായിരുന്നു. അപ്പോൾ ദേശീയ നേതൃത്വത്തിന് കൂടി തങ്ങൾ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് യാത്ര പോലും മാറ്റിവെച്ച് CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുകയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായും നിയമസഭാ കക്ഷി നേതാവ് K രാജനുമായി അടക്കം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. ഇന്നലെ ബേബി മുന്നോട്ട് വെച്ച നിർദ്ദേശം, സമവായ നിർദ്ദേശം, അതായത് LDF ഉപസമിതി നിർദ്ദേശം CPI പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഉപസമിതി ഉണ്ടെങ്കിൽ തന്നെ ആ ഉപസമിതിക്ക് മുമ്പ് ധാരണാപത്രം മരവിപ്പിക്കുമെന്ന് കാണിച്ച് കത്ത് നൽകണം. ആ കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയക്കണം. ആ കത്ത് പരസ്യപ്പെടുത്തുകയും വേണം എന്നതായിരുന്നു CPI-യുടെ നിലപാട്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള CPI-യുടെ തീരുമാനത്തിൽ നിന്ന് അവരെ പിറകോട്ട് നടത്താനുള്ള ശക്തമായ ഇടപെടൽ ബേബിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ CPI-യുടെ മറുപടി എന്താണെന്ന കാര്യം അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.